ഹലോ മൈ ഡിയേഴ്സ്, അഞ്ജു മിസ് ആണ്. ഫ്യൂച്ചറിലെ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപികയാണ്. മക്കളെ, നമ്മുടെ ഓണപരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു. 13-ാം തീയതി ഓണപരീക്ഷ നടക്കാൻ പോവാണ്. അപ്പൊ നന്നായിട്ട് ഇനിയുള്ള സമയം പഠിക്കുക. അവസാന ദിവസം പഠിക്കാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ടൈമില്ല. ഒരു ദിവസം 2 എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ മിസ് ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ ഫിസിക്സിനകത്തുള്ള 1-ാമത്തെ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ് ഓരോ ക്വസ്റ്റ്യൻസും കാണിക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ കാൽക്കുലേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പേപ്പറിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ 1-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. പെട്ടെന്ന് റെഡി ആയിക്കോ, ഓരോരുത്തർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തോളാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒറ്റയാനെ കണ്ടെത്താനാണ്. കൂട്ടത്തിൽ പെടാത്തവയെ കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷതയും കൂടെ എഴുതണം. അപ്പൊ ദാ 3 സെറ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നിനും 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ആളുകളിൽ ഒരാൾ ഔട്ടാണ്, ഒറ്റയാനാണ്. 1-ാമത്തെ നോക്കിയേ, കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ. ഏതായിരിക്കും ഇതിനകത്ത് ഒറ്റയാൻ? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് 1-ാമത്തേൽ ഒറ്റയാനായിട്ട് വരുന്നത്. റീസൺ എന്താണ് നോക്കിയേ, കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും മോൾ ആയാലും ഇവർ നമ്മളുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളാണല്ലോ. അഥവാ നമുക്ക് എന്ത് പറയാം, ഫണ്ടമെന്റൽ യൂണിറ്റ്സുകളാണെന്ന് പറയാം അല്ലെ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ, അടിസ്ഥാന യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ, കിലോമീറ്റർ എന്ന് പറയുമ്പം നമ്മൾ നീളത്തിന്റെ, ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്, അടിസ്ഥാന യൂണിറ്റ് ആണ്. അടിസ്ഥാന യൂണിറ്റ് ആണ്. ബാക്കിയുള്ളവ കേട്ടോ, ബാക്കിയുള്ളവയുടെ കാര്യമാണ്. ഓക്കെ, അതേഴ്സ്, മറ്റുള്ളവയുടെ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 2-ാമത്തെ നോക്കിയേ, ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറന്റ്. മലയാളം മീഡിയംകാർ നോക്കിക്കോളൂ. സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. ഏതാണ് ഇവിടെ വരിക? യെസ്, പരപ്പളവാണ്. ഏരിയ ആണ്, ഓപ്ഷൻ ബി ആണ് 2-ാമത്തെ കേസിലും ഒറ്റയാൻ. റീസൺ എന്താണ്? മറ്റുള്ളവയുടെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ആയാലും മാസ് ആയാലും ഇലക്ട്രിക് കറന്റ് ആയാലും അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, അടിസ്ഥാന അളവാണ്. മിസ് ഇങ്ങനെ എഴുതാം കേട്ടോ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അടിസ്ഥാന അളവ് പഠിച്ചു വെക്കുക. എന്നാ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? യെസ്, ഏരിയ എന്ന് പറയുന്നത് ഒരു വ്യുൽപ്പന്ന അളവാണ്. ക്ലിയർ ആണോ? ഇനി 3-ാമത്തെ നോക്കിയേ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, മീറ്റർ ആയാലും കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും, മീറ്റർ ഏതിന്റെ യൂണിറ്റാ? ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ SI യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സമയത്തിന്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? എന്നാൽ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ താപനിലയുടെ യൂണിറ്റ് ആണോ, SI യൂണിറ്റ് ആണോ? നമ്മൾ കെൽവിൻ ആണ് പറയാ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്, പക്ഷേ SI യൂണിറ്റ് ആണോ? അല്ല. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ മക്കൾ എഴുതാം, ഒറ്റയാന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളവയുടെ പ്രത്യേകത എന്താണ്? അതേഴ്സ് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. മീറ്റർ ആയാലും കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് എഴുതുക. അപ്പൊ 1-ാമത്തതും 3-ാമത്തതും നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ക്ലിയർ ആണോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. പെട്ടെന്ന് നോക്കിക്കോളൂ. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ബോക്സ് ഹാവിംഗ് ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ ആൻഡ് ഹൈറ്റ് 3 മീറ്റർ. ഓക്കെ, എന്താണ് കാണേണ്ടത്? നമ്മളോട് വോളിയം, വ്യാപ്തം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 3 മീറ്റർ ഉയരവുമുള്ള പെട്ടിയുടെ വ്യാപ്തം കണ്ടുപിടിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം മക്കൾ എന്താ ചെയ്യണ്ടേ? റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? യെസ്, ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്. ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, നീളം 1 മീറ്റർ, വീതി 1 മീറ്റർ. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഉയരവും തന്നിട്ടുണ്ട്. ഉയരം എത്രയാ തന്നിരിക്കുന്നത്? 3 മീറ്റർ. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? വോളിയം, വ്യാപ്തം കാണണം. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചതാ. എന്താ?
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എഴുതി കൊടുത്താൽ പോരെ. ലെങ്ത് എത്രയാ? 2 ഇൻറ്റു 1 ഇൻറ്റു 3 ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. വേഗം ആൻസർ കമന്റ് ചെയ്തോളൂ. യെസ്, 6 മീറ്റർ എന്ന് കിട്ടി. മീറ്റർ ആണോ? അല്ല, 6 ക്യൂബിക് മീറ്റർ. പ്രത്യേകം ഓർക്കുക, വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. 6 മീറ്റർ ക്യൂബ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അടിസ്ഥാന അളവായ നീളത്തെ ആസ്പദമാക്കി ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, 2 മാർക്കിനുള്ള ചോദ്യമാണ് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് എ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എക്സ്പ്രസ്ഡ്? പറഞ്ഞേ. നമ്മൾ തിക്നെസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇത്ര തിക്നെസ് ഉള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചു. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്തിലാ? ഇത്ര മൈക്രോൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മൈക്രോൺ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈക്രോമീറ്റർ എന്ന് പറയാം. ഓക്കെ, മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ. ഓക്കെ, ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. എങ്ങനെയാണ് തിക്നെസ് ഏത് യൂണിറ്റിലാ പറയുന്നത്? മൈക്രോൺ അല്ലെങ്കിൽ ഓർ മൈക്രോമീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താന്ന് നോക്കിയേ മക്കളെ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? യെസ്, ഹൗ മെനി കിലോമീറ്റേഴ്സ് മേക്ക് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഓക്കെ, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണ്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 150 മില്യൺ കിലോമീറ്റർ. എത്രയാണ്? 150 മില്യൺ കിലോമീറ്റർ. ഓക്കെ, 15 കോടി കിലോമീറ്റർ എന്നാണ് മലയാളം മീഡിയംകാര് എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് കിട്ടിയിരിക്കുന്നു 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ? സാധാരണയായി ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? അപ്പൊ ലീസ്റ്റ് കൗണ്ട് എന്ന് കാണുമ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട്? ഒരു മെഷർമെന്റ്, അതായത് ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെ, ഏറ്റവും ചെറിയ മെഷർമെന്റിനെയാണ് നമ്മൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന നമ്മുടെ മീറ്റർ സ്കെയിലൊക്കെ അല്ലേ? ഈ സ്കെയിലിന്റെ സാധാരണയായി നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള 15 സെന്റിമീറ്റർ സ്കെയിലൊക്കെ അല്ലേ? ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന്. അപ്പൊ നിങ്ങൾ ആ സ്കെയിലിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കെയിലിൽ ഇങ്ങനെ വലിയ വര ഉണ്ടാവും അല്ലെ? 2 വലിയ വലിയ വരകൾക്കിടയിൽ ഒരു ഇങ്ങനെ കുഞ്ഞു 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 വരകളില്ലേ? കുഞ്ഞു 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 വരകൾ കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ ഒരു വര അല്ലെ? ഏറ്റവും ചെറിയ മെഷർ, അതാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ അളവ്. അത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലെ? എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.1 സെന്റിമീറ്റർ ഓർ 1, അല്ലെങ്കിൽ എന്ത് പറയാം? 1 മില്ലിമീറ്റർ അല്ലെ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം 0.1 സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് എന്താന്നുള്ള മക്കളൊന്ന് ഓർത്ത് വെച്ചോ. ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അളവ്, ഏറ്റവും ചെറിയ മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബണ്ടിൽ ഓഫ് 100 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഹാസ് എ തിക്നെസ് ഓഫ് 1 സെന്റിമീറ്റർ. ഫൈൻഡ് ദ തിക്നെസ് ഓഫ് 1 ഷീറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 100 കടലാസ് ഷീറ്റുകളുടെ ഒരു കെട്ടിന്റെ കനം തന്നിട്ടുണ്ട്, 1 സെന്റിമീറ്റർ ആണ്. ഒരു ഷീറ്റിന്റെ കനമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? യെസ്, തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പേപ്പർ കെട്ടിന്റെ തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്. തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് എത്രയാണ്? വേഗം ആൻസർ കമന്റ് ചെയ്തോളൂ. എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? 1 സെന്റിമീറ്റർ. ഇനി നമ്പർ ഓഫ് ഷീറ്റ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? എത്ര പേപ്പേഴ്സ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് ഷീറ്റ്സ് നോക്കിയേ. യെസ്, 100 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തിക്നെസ് ഓഫ് 1 ഷീറ്റ് ആണ്. ഓരോ ഷീറ്റിന്റെ തിക്നെസ് കണ്ടുപിടിക്കണം. തിക്നെസ് ഓഫ് 1 ഷീറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പം നമ്മൾ പ്രിന്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ A4 പേപ്പർ ഉണ്ടാവില്ല, ഒരു കെട്ടുള്ള ഒരു A4 പേപ്പർ നിങ്ങളെ കയ്യിലേക്ക് തരികയാണ്. അതിനകത്ത് 100 A4 ഷീറ്റുകൾ ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള ആ 100 എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നോക്കുക, അതിന്റെ കെട്ടിന്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ പേപ്പർ കേട്ടോ. ഓക്കെ,
അതിന്റെ തിക്നെസ് ഇങ്ങനെ പേപ്പർ കട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്കെയില് വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ തിക്നെസ് നമുക്ക് കിട്ടും. ഇവിടെ വരെയുള്ള തിക്നെസ് നമുക്ക് കിട്ടും. അതുപോലെ ഇതിനകത്ത് എത്ര പേപ്പർ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് ഷീറ്റ്സും നമുക്കറിയാം. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? യെസ്, അതിനകത്തുള്ള ഒരൊറ്റ പേപ്പറിന്റെ ഒരു ചെറിയ പേപ്പറിന്റെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? യെസ്, തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷീറ്റ്സ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ആ പേപ്പർ കെട്ടിന്റെ തിക്നെസ് കനം ഡിവൈഡഡ് ബൈ ആകെയുള്ള പേപ്പറുകളുടെ എണ്ണം ചെയ്താൽ മതി. അപ്പൊ എഴുതാം, തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ? നമ്പർ ഓഫ് ഷീറ്റ്സ്. വേഗം ചെയ്ത് നോക്കി, ആൻസർ കമന്റ് ചെയ്തേ. എന്ത് വരും? തിക്നെസ് തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്താൽ എന്താ വരിക? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ താഴെ 2 വരുന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, 0.01 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യണം? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യം കാണുമ്പോഴും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓണപരീക്ഷയാണ് 13-ാം തീയതി. അപ്പൊ എന്റെ വീട്ടിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു ടെൻഷനും വേണ്ട. ഫ്യൂച്ചറിന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചുകളിലൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ ഫ്യൂച്ചർ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാണ്. പലരുടെയും ഡൗട്ട് ഉണ്ട് ഈ ഒരു എമൗണ്ടിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു 999 രൂപയ്ക്ക് നമ്മുടെ ബാച്ചിൽ, നമ്മുടെ സ്കൈ ബാച്ച്, ക്ലാസ് 8 സ്കൈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ ആർ വെൽക്കം. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ മക്കളെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.